ഡോക്ടർ ഹർഷാപൂൾ ആയുപ്രകാശ് വൈദ്യശാല. സൊറിയാസിസ് എന്ന അസുഖത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ത്വക്ക് രോഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഗൗരവമേറിയ അസുഖം തന്നെയാണ് സൊറിയാസിസ് എന്ന് പറയുന്നത്. സൊറിയാസിസ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ദഹനശക്തി കുറഞ്ഞ ആൾക്കാരില്, അസിഡിറ്റിയും ഗ്യാസും എന്നും പ്രോബ്ലം ആയിട്ട് പറയുന്ന ആൾക്കാരില്, പിന്നെ മെയിനായിട്ട് മാനസിക സംഘർഷമുള്ള ആൾക്കാർ, നേരം ടെൻഷൻ, പിന്നെ രാത്രി ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരിലും നമുക്ക് എന്ത് കാണാം, സൊറിയാസിസ് എന്ന അസുഖം കണ്ടുവരുന്നു. ഇത് മെയിനായിട്ട് നമ്മുടെ ശരീരത്തില് ഇപ്പൊ സിവിയർ ആയിട്ട് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാര്, തലമുടിയിൽ ഏത് നേരം താരന്റെ പ്രശ്നം പറയുന്ന ആൾക്കാര്, ആദ്യം താരൻ നമുക്ക് കുറച്ച് തലമുടിയിൽ കാണുന്നുള്ളൂ, പിന്നെ അതിന്റെ എന്താ പറയാ അറ്റാക്ക് കൂടുതലാവും, താരൻ വരലും തലമുടിയിൽ ചൊറിച്ചില് കുറയുന്നു, ആകെ സിവിയർ ആയിട്ടുള്ള താരന്റെ പ്രശ്നം പറയുന്നു. അങ്ങനെ ഈ താരൻ ഈ തലയിൽ വന്നിട്ട് അത് തലചോട്ടിൽ ഒരു സ്കെയില് പോലെ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ അത് അടർന്ന് വീട് പൊടിയായിട്ട് വരുന്നു, അങ്ങനത്തെ കേസുകൾ. പിന്നെ ഇത് പതുക്കെ താരെന്ന് പറയുന്നത് കൺപീലിയില് പുരികത്തില് കാണപ്പെടുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഈ പേഷ്യന്റില് സ്കിൻ ഇങ്ങനെ അവർക്ക് ഡ്രൈ ആയിട്ട് മാറുന്നു. സ്കിന്ന് ഡ്രൈ ആയിട്ട് സ്കിന്ന് പൊടിഞ്ഞു വരുന്ന പോലെ, ഇങ്ങനെ ചെതമ്പല് പോലെ സ്കിന്നിൽ കാണുക, അങ്ങനെ മാറി അങ്ങനെ പതുക്കെ അവരുടെ ഭാഗങ്ങളിലേക്ക് ഇതിങ്ങനെ ശരീരമാസകലം ഈ കണ്ടീഷൻ ബാധിക്കാൻ തുടങ്ങും. പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാണ് നല്ലത്. അപ്പോൾ പിന്നീട് ഇത് അങ്ങോട്ട് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കൊടുത്തില്ലെങ്കിൽ ആ കണ്ടീഷൻ വേഴ്സ് ആവുകയും പിന്നെ അത് നമ്മുടെ ശരീരത്തിന് രൂക്ഷമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഔഷധക്രമങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ സൗഖ്യപ്പെട്ട് പോകാം.